അങ്ങനെ തന്നെ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആത്മാവിങ്ങനെ വലിച്ച് മരണപ്പെടുന്നയാളുടെ തൊണ്ടക്കുഴിയിലാ റൂഹങ്ങ് എത്തിക്കഴിഞ്ഞാൽ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മരിക്കുന്നയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇയാൾ മരിക്കണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, ആ സമയത്തുണ്ടല്ലോ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്തവൻ നമ്മളാകുന്നു. വലാകിൻ ലാ തുബ്സിറൂൻ, ഒന്നുമേ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെന്ന് ഖുർആൻ. അല്ലാഹു പറയുന്നു, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഇയാൾ അല്ലാഹുവിലേക്ക് നന്നായി അടുത്തയാളാണ് എങ്കിൽ, അല്ലേ, ആലിമാണ്, സ്വാലിഹാണ്, അല്ലാഹുവിലേക്ക് അടുത്ത ആരിഫാണ്, സ്വദഖ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്തയാളാണ്, ഒരു ഭൗതിക താല്പര്യവുമില്ലാതെ. നമ്മൾ കണ്ടല്ലോ ഈ സ്ഥാപനം, ഇതിന്റെ പരിസരങ്ങൾ, ഇതുപോലെയുള്ള എത്രയോ നൂറുകണക്കിന് സംരംഭങ്ങൾ ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, എന്ത് താല്പര്യത്തോടെ കൊടുത്തു? ബഹുമാനപ്പെട്ട UM ഉസ്താദ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചട്ടഞ്ചാലിലെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഉണ്ടല്ലോ, എത്ര സ്ഥാപനങ്ങളാണ് ആര് കൊടുത്തതാ? ഏതെങ്കിലും ഒരാൾ കൊടുത്തതാണോ? അല്ലല്ലോ. പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ നാടുകളിലുള്ള നൂറുകണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പള്ളികളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും റഹ്മാനായ നാഥന് വേണ്ടി കൊടുത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്ന ആളായാൽ എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക്. എന്താ ഉണ്ടാവുക? ഒരു സുഖം മാത്രം. എന്താ സുഖം? ഫറൗഹും വറൈഹാൻ, മരിക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകും, മരിക്കുന്ന സമയത്ത് ആശ്വാസമുണ്ടാകും. എന്നോട് ഒരാള് വന്ന് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത്, എന്നിട്ട് ആ ഉമ്മയുടെ മദഹ് എന്നോട് കുറെ പറഞ്ഞു. ഉമ്മ വലിയ സമ്പന്നനായ ആളാണ്, സൗകര്യമുള്ള ആളാണ്, പക്ഷേ ആ ഉമ്മ ഒരിക്കലും കട്ടിൽ കിടന്നിരുന്നില്ല, ഉമ്മ ഒരിക്കലും തലയിണ ഉപയോഗിച്ചിരുന്നില്ല, ഉമ്മ ഒരന്യ പുരുഷനെ കണ്ടിരുന്നില്ല, ഉമ്മ എപ്പോഴും ഖുർആനോത്ത്, ഉമ്മ ആകെ പുറത്തിറങ്ങിയത് ഹജ്ജ് വേണ്ടിയാണെന്ന് ആ മകൻ എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മ, എപ്പോഴും ദിക്റിലും തസ്ബീഹിലുമായി ആയിരിക്കുന്ന ആ ഉമ്മ, റമളാൻ കഴിഞ്ഞ് ആ തറാവീഹ് കഴിഞ്ഞിട്ട് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്ര, മക്കളെ, എനിക്ക് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ആ ഉമ്മ, എന്റെ കഫംപുട ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറയിലുണ്ട്, എനിക്കുള്ള എല്ലാം അതിലുണ്ട്. ആ ഉമ്മ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്നോടാ പറയുന്ന ആള് പറയാണ്, ഉമ്മ ഇങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോ, കലിമ ഇങ്ങനെ ചൊല്ലുമ്പോ, ഞങ്ങൾക്ക് എന്തോ ഒരു പരിമളം ആ പരിസരത്ത് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. കാരണം എന്താ? ഫറൗഹും വറൈഹാൻ, മരിക്കുന്ന സമയത്ത് പേടിണ്ടാവില്ല. പേടിയാർക്കാ? ഇതിങ്ങനെ പിടിച്ചവനാണ്, ഒന്നും ചെയ്യാത്തവനാണ്. ഞാൻ വരുന്നില്ല അല്ലാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പുതുവത്സരം വരുമ്പോ റോഡിലൂടെ ബൈക്കുകളുമായി ചീറിപ്പാഞ്ഞ് അങ്ങാടികളിൽ പോയി, കടലോരങ്ങളിൽ പോയി, ബീച്ചുകളിൽ പോയി, പാശ്ചാത്യ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജാവഹമായ രീതിയിൽ ആടാനും പാടാനുമാണ് നമുക്കിടയിലെ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത് എങ്കിൽ എങ്ങനെ അവന് നല്ല മരണം ഉണ്ടാവും? എങ്ങനെ അവന് സന്തോഷിക്കുവാൻ കഴിയും? അല്ലേ? കാമുകിമാരോത്ത് ലഭിക്കുന്ന രാവുകളാണ് അവന്റെ രാവുകളെങ്കിൽ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും അലഞ്ഞു നടക്കുന്ന മണിക്കൂറുകളാണ് അവന്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ, നഊദു ബില്ലാഹ്, എങ്ങനെ അവന് പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് ഫറൗഹും വറൈഹാൻ? അല്ലേ?
അല്ലാമ ഇഖ്ബാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അല്ലാമ ഇഖ്ബാൽ വലിയ മഹാനാണല്ലോ. ബല്ലിഗ് സലാമി, അല്ലാഹു പറയാൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. മരിക്കുന്ന സമയത്ത് നല്ല ആശ്വാസമാണ്, നല്ല സുഗന്ധമാണ്. എന്തൊരു മരണമാണ്, എന്തൊരു ഈമാനോടെയുള്ള മരണമാണ്, എന്തൊരു തഖ്വയോടെയുള്ള മരണമാണ്. ഇഖ്ബാൽ, അല്ലാമ ഇഖ്ബാൽ നിങ്ങൾക്കറിയാലോ, നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദുമാര് ബല്ലിഗ് സലാമി റൗളതൻ ഫിഹൻ നബിയുൽ മുഹ്തറം ഇന്നിൽ തിയാ റിഹ സ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫിഹൻ നബിയുൽ മുഹ്തറം. എന്നെങ്കിലും മന്ദമാരുതനെ ആ പുണ്യമണ്ണിൽ നീ എത്തിച്ചേരുമെങ്കിൽ എന്റെ സലാമിനെ ആ റൗളയിലെത്തിക്കണേ എന്ന് റൗളയെ ഓർത്ത്, നബിയെ ഓർത്ത് പാടുകയും പറയുകയും ചെയ്ത അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ യാ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇഖ്ബാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ജ്യേഷ്ഠനോട് ഇഖ്ബാൽ പറഞ്ഞു, മൈ മുസൽമാൻ ഹൂ, ഞാൻ മുസ്ലിമല്ലേ, ഞാൻ എന്തിനു മരണത്തെ പേടിക്കണം? എന്നിട്ട് ഇഖ്ബാൽ തന്റെ അവസാനത്തെ കവിത പാടി, നിശാനെ മറദെ മുഅ്മിൻ ബാത്തു ഗോയം ചൂം മറകെ ആമദ് തബസ്സും ബർലബവേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം സഹോദരാ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ അടയാളം? മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചൂം മറകെ ആമദ് തബസ്സും ബർലബവേ, പുഞ്ചിരിക്കുന്ന മുഖവുമായി മരണത്തെ അവൻ കാത്തിരിക്കുമ്പോ ആ മരണം അവന്റെ അടുക്കലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വരലാണെന്ന് ഇഖ്ബാൽ. എങ്ങനെയാണ് ഒരു മനുഷ്യന് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുക ഈമാനുള്ള ഒരാൾ മരണപ്പെടുമ്പോ? കാരണം അവൻ കാത്തിരിക്കണത് എന്താ? അവൻ എവിടെ നിന്നാ പോകുന്നത്? ചിന്തിക്കണം, എവിടുന്നാ പോകുന്നത്? ഈ ദുനിയാവിൽ നിന്ന്. ഇവിടുത്തെ സുഖത്തിന്റെ അവസ്ഥ എന്താ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന്, നശ്വരമായ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയാണ്. അവനറിയാം ഒന്നും ശാശ്വതമല്ല. എന്തിന് ശാശ്വതമല്ല എന്ന് പറയണം? നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് എത്ര ആയുസ്സാണുള്ളത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് എത്ര ആയുസ്സാണുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന് എത്ര ആയുസ്സാ ഉള്ളത്? ചിന്തിക്കാറുണ്ടോ നമ്മൾ? നമുക്കും അത്ര തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്. ഒഴിവാക്കി ദുനിയാവ് മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടവരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല നബിയോട് പറഞ്ഞത്, നബിയേ വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹു നബിയോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ അല്ലാഹു ഒരിക്കലും താങ്കളെ കൈപിടിഞ്ഞിട്ടില്ല നബിയേ, നിങ്ങൾ പേടിക്കണ്ട, അങ്ങയോട് അല്ലാഹു പിണങ്ങിയിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, പരലോകമാണ് ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവും, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇത് ദുഃഖങ്ങളുടെ ലോകമാണ്. ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ആഖിറത്തെ ആഗ്രഹിച്ചോളൂ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. കണ്ടോ എങ്ങനെയാണ് ഈമാനുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സന്തോഷിക്കാതിരിക്കുക?
സയ്യിദുനാ ബിലാൽ പറയൂ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്ത് ബിലാലിന്റെ ഭാര്യ തൊട്ടടുക്കളിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരാണ് എനിക്കുള്ളത്? എന്റെ ഭർത്താവ് പോയാൽ വാ കർബാ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ, എന്റെ സങ്കടമേ എന്ന് നിലവിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് പറയാണ് വാ ത്വറബാ, വാ ത്വറബാ, ഞങ്ങളുടെ ആനന്ദമേ, സന്തോഷമേ. എന്തൊരു സന്തോഷമാണ്! മരണം എന്തൊരു ആനന്ദമാണ്! ഗദൻ നൽഖൽ അഹിബ്ബാ, നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിബ്ബാ, മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കണ്ടുമുട്ടാൻ പോവുക. അവരാണ് മരിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. റെഡിയാണോ? അവരാണ് വിളിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. മരിക്കണ സമയത്ത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ചാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജീവിതം മുഴുവൻ അവർ കലിമ ചൊല്ലുകയായിരുന്നു. ഞാൻ വലുതാകാൻ വേണ്ടി പറയില്ല, എന്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്, എന്റെ വല്യമ്മ മരിക്കുന്നത് 2007-ലാണ്. മൊബൈൽ ഫോണുകളൊന്നും സജീവമായിട്ടില്ല. നമ്മുടെ വീട്ടിൽ TV ഇല്ല. വീടിന്റെ ആ അസൗകര്യങ്ങളെല്ലാം ഉണ്ട്. വല്യമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ പാത്തുമ്മാന്റെ ആട് എന്നൊക്കെ പറയുന്നത് പോലെ ആട്, പശു കൂട്ടത്തിൽ ഈ വല്യപ്പാർക്ക് ഏറ്റവും വലിയ നമ്മളൊരു പക്ഷെ മക്കൾ നന്നായി കൊടുക്കും മീൻസ് അടിക്കും. ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പാരടിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഒരു പിശുക്കും കാണിക്കാറില്ല. ഇവരാരും മിണ്ടുന്നില്ല. അങ്ങനെയല്ലേ? ഉമ്മാരും വാപ്പാരും അടിക്കും. പക്ഷേ വെല്ലിമ്മയോ വെല്ലിപ്പയോ പ്രഹരിക്കുന്നത് അപൂർവമായിരിക്കും. ഉമ്മ അടിക്കുന്ന സമയത്ത് വെല്ലിമ്മ വന്ന് ചീത്ത പറയും ഉമ്മായെ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമുക്കൊക്കെ. എന്റെ വെല്ലിമ്മയുടെയും സ്വഭാവം അത് തന്നെയായിരുന്നു. നല്ല വെല്ലിമ്മയായിരുന്നു. എന്റെ വെല്ലിമ്മ പാവമായിരുന്നു. അവർ അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് അവസാനം രോഗം ഉണ്ടാകുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ്. എല്ലാം മറന്നുപോകും. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും. നാട്ടിലാരെങ്കിലും മരിച്ചാ പിന്നെ വല്യമ്മ തസ്ബീഹ് കുറച്ചു കാലം നിലത്ത് വെക്കൂല. വല്യമ്മ ഇങ്ങനെ ദിക്ർ ചൊല്ലും. ചോദിച്ചാൽ പറയും, അവന് ഞാൻ ഒരു 70,000 ചെല്ലാണ്, അവർക്ക് ഞാൻ ഒരു 70,000 ചെല്ലാണ് ദിക്ർ ചെല്ലാന്ന് പറയും. വല്യമ്മ ആരും ഇല്ലെങ്കിലും, ഒന്നും ആരും മരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വലിയിട്ട് പറയും എനിക്ക് ചെല്ലാന്ന് പറയും. നിങ്ങൾ എന്താ ചെല്ലുന്നു വെച്ചാൽ പറയും ഞാൻ ദിക്ർ ചെല്ലാണ്, ആർക്കാ എനിക്ക് തന്നെ എന്ന് പറയും. ഒരു സാധാരണക്കാരി. എല്ലാം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ എല്ലാം മറന്നു പോകുന്ന അസുഖമാണ്. എല്ലാം മറന്നു. എന്റെ വല്യമ്മ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾ ആരാന്നറിയില്ല. വാപ്പയെ അറിയില്ല, ഉമ്മയെ അറിയില്ല, ഒരാളെയും അറിയില്ല. അങ്ങനെ അറിയാതെ, ഒരാളെയും അറിയാതെ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ, എന്റെ വല്യമ്മയുടെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവസാന നിമിഷം വരെ ഓർത്ത ഒന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്, അവസാന നിമിഷം വരെ ഓർത്ത ഒന്ന് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്തും പറഞ്ഞു അത്. അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ഒരു പതാക പിടിക്കാറുണ്ട് അല്ലേ? സമസ്തയുടെ പതാക, SKSSF-ന്റെ പതാക, SYS-ന്റെ പതാക. എന്തേ അത് പിടിക്കുന്നു? അത് ലയണൽ മെസ്സി പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. അതേതെങ്കിലും സിനിമാ നടൻ പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. ഏതെങ്കിലും ക്രിക്കറ്റ് താരം പിടിച്ചത് കൊണ്ടാണോ? ലോകത്ത് ഏതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ ഏതെങ്കിലും ആള് പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പിന്നെയോ പഴഞ്ചന്മാർ എന്ന് വസ്ത്രം നോക്കിയാൽ പറയാൻ കഴിയുന്നവർ പിടിച്ച പതാകയാണ്.
അല്ലേ? ആരാണവർ? അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ എല്ലായിടങ്ങളിലും ഓടി നടന്നത് അല്ലാഹുവിന്റെ കലിമത്തിനെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാനായിരുന്നു. ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. അല്ലാഹു അവരുടെ പിന്നിൽ അണിനിരക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണല്ലോ. നാളെ ഇവിടെ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ ലക്ഷ്യം? ഒരു ഭൗതിക താല്പര്യമില്ല, ഒരു ഭൗതിക താല്പര്യമില്ല. നമ്മളൊക്കെ ആ മഹാന്മാരെയൊക്കെ പറ്റി പറയുമ്പോ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്നോട് പറഞ്ഞു, നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വലിയ ഭൗതിക താല്പര്യമാണ്. കാരണം നമ്മൾ ഹദിയ കൊടുത്താ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ പോലെ അത് കീശയിലിടും. പക്ഷേ ഒരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല, ഒരിക്കതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരേന്തിയ പതാക നമ്മൾ കയ്യിലേന്തുന്നത്. ശംസുൽ ഉലമ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരുടെ അവസാന സമയത്ത് കിടക്കുകയാണ്. തൊട്ടു മുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോയി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു. ആ ദിവസമാകുമ്പോഴേക്ക് ആദ്യത്തെ പ്രാർത്ഥന മഹാനുഭാവന് കിട്ടി. ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ. ചുറ്റുപാടുള്ളവരോട് അടുക്കലേക്ക് വരാൻ പറഞ്ഞു, യാസീൻ ഓതാൻ പറഞ്ഞു. യാസീൻ ഓതി. യാസീൻ ഇങ്ങനെ കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ബഹുമാനപ്പെട്ടവർ ഇജാബത്ത് ചെയ്യുന്നു. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നൊന്നും ഉണ്ടിയില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടന്നു അവർ. എന്തേ കാര്യം? എന്തേ കാര്യം? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആമീൻ പറയും. അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി മക്കളെ? ഇവിടെ വാച്ച് അനുവദനീയല്ലേ? അനുവദനീയാണോ? അല്ലാന്ന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ അനുവദിച്ചു തരണ്ടല്ലോ. ഞാൻ പറഞ്ഞാലും ഇവരാരും കേൾക്കൂല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മണിക്കൂറായിട്ടുണ്ടാവും? ഒരു മണിക്കൂറായോ? ഒരു മണിക്കൂറായില്ലേ? 3 മണിക്കൂറായിട്ടുള്ളൂ. 1 മണിക്കൂറായല്ലോ അല്ലെ? 1 മണിക്കൂറായിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കൾ ചെറുതായിട്ടൊന്ന് തൂങ്ങുന്നുണ്ടോ എന്ന് സംശയം. തൂങ്ങാറിന് അവിടെ ഉറങ്ങാൻ തന്നെയല്ലേ? ആടുന്നുണ്ടോന്ന് സംശയം. ഉസ്താദന്മാരാരും എണീക്കരുത്. നമ്മുടെ സദസ്സ് നിങ്ങൾ എണീറ്റെന്നാലോ? ഏതായാലും നിൽക്കല്ലേ, ബുദ്ധിമുട്ടാവില്ല. ഒന്ന് ചാടണോ? സമരി ചാടിക്കലില്ലേ? ചാടുകാരണ ജമ്പ് വേണ്ട വേണ്ട വേണ്ട. ഒരു സലാത്ത് തന്നെ എല്ലാവരുടെയും ക്ഷീണം ഉറക്കൊക്കെ പോകും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്ക ക്ഷീണം എന്നത് പോയവർ മാത്രം ഇരിക്കുക. ബിസ്മില്ലാഹ്. എല്ലാരും ഉറക്ക ക്ഷീണം പോയോ? എന്നാ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇവിടെ ബക്കറ്റ് ഉണ്ടോ? ഇല്ലേ? ബക്കറ്റ് ഉണ്ടോ? ഇപ്പൊ കൊടുത്ത എല്ലാരും ഉറക്കത്തിന് എണീറ്റുകൊണ്ടാണ്. അവിടെ എല്ലാരും അറിഞ്ഞോളൂ. ഇപ്പൊ സഹോദരിമാരെ അവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ സഹോദരിമാരില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളുടെ അടുക്കലേക്ക് ആരാ ചെല്ലുന്നത്? ഞാൻ തന്നെ തുടങ്ങല്ലേ. അത് ഇതിന്റെ തിരക്കിനിടയിൽ അത് മറന്നു പോകണ്ടാച്ചിട്ടാണ്. വേം വരി വേം വരി. ബിസ്മില്ലാ. എന്താ ബക്കറ്റിട്ടൊന്നും വരാത്തത്? സാധാരണ വാതിന് പോയ ആദ്യം അതായിരിക്കും പറയും, ഉസ്താദ് വലിയൊരു ബക്കറ്റ് ഉണ്ടോ, അത് നിറച്ചു തരണം എന്നാ പറയും. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണോ അറിയില്ല.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റബ്ബ് എന്തൊക്കെ നിയ്യത്തുകളോടെയാണോ നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു ആ നിയ്യത്തുകളെയൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബക്കറ്റ് ശേഖരിക്കാൻ പോയതാണോ? യാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് വേഗം വരീട്ടാ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് എത്താം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാരും മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വലുതായ കൊടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ വലിയ ആലിമീങ്ങളും വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ കൊടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യമാകുമ്പോ ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തെ നിങ്ങളും കൂടെ ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് നിങ്ങളെയൊക്കെ നല്ല പ്രഗത്ഭരായ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രഗത്ഭരായ, അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും, അതിനേക്കാൾ പ്രഗത്ഭരായ പണ്ഡിതന്മാരാക്കി അള്ളാഹു ഈ സ്ഥാപനത്തിലും പഠിക്കുന്ന ഓരോ മക്കളെയും അള്ളാഹു വളർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ കുട്ടികളൊന്നും ഇപ്പൊ തൽക്കാലം ഒന്നും തരുന്നില്ല, അപ്പൊ അവർക്കുള്ളതും കൂടെ സദസ്സ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കീശന്ന് ഇങ്ങനെ എടുത്ത് വെച്ചോളൂ, എന്നാ പിന്നെ ഇനിയിപ്പോ റിസ്ക് ഇല്ല. പടച്ചോനെ, ഒരു ബക്കറ്റ് ഇവിടെ കടയിലേക്ക് വാങ്ങാൻ പോയതല്ലോ, ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി പറയാനെന്നുള്ള നിലക്ക് നിൽക്കുകയാണ് ഞാൻ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. എന്തൊക്കെ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിൽ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു ആ സ്വതക്കകളെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ആ സ്വതക്കകളുടെ നിയ്യത്തുകൾ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ. അതുപയോഗിച്ച് ഈ ഇൽമിന്റെ, ഈ ദീനിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ എല്ലാ റഹ്മത്തും ബറക്കത്തും അള്ളാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ചെറുതാണ്. അല്ലാ ബക്കറ്റ് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് ചെയ്യാം. സമയം എത്ര മണിക്ക്? 11:40 11:40 ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ലവനല്ലെങ്കിൽ നമ്മൾ ആലോചിക്കരുത് അമേരിക്കയിലുള്ള ആളാവും, അത് ബ്രിട്ടനിലുള്ള ആളാവും ആലോചിക്കരുത്. നല്ലവനല്ലെങ്കിലോ അവന്റെ മരണാവസ്ഥ വളരെ മോശമായിരിക്കും. നഊദു ബില്ലാഹ്. സന്തോഷം ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല. ദുനിയാവിൽ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിധിക്കുകയും അരുത്. നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക, നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക. പടച്ചോനെ, നല്ല മരണം തരണേ, ഈമാനോടെയുള്ള മരണം തരണേ. റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക, അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സമ്പാദ്യമാണ് അവൻ അനുഭവിക്കാൻ കഴിയാന്നറിയോ? കോടികൾ അവൻ ആസ്തിയുണ്ടെങ്കിലും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് മാ അക്കല ഫഅഫ്നാ. എന്തൊരു പോയിന്റാണ് 14 നൂറ്റാണ്ട് പറയുന്നതെന്നറിയോ? അവൻ തിന്ന് നശിപ്പിച്ചത്. അവന് നല്ല ജോലിയുണ്ട്, 50,000 രൂപ ശമ്പളമുണ്ട്, അതിൽ 25,000 രൂപ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ്? തിന്നാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ചിക്കൻ പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത് എല്ലാം അവന് ഇങ്ങനെ അകത്താക്കി. അതവന് കിട്ടിക്കഴിഞ്ഞു, അതവന്റെ ശരീരത്തോട് ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാലോ ധരിച്ച് നുരുമ്പിപ്പോയത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? മനസ്സിലായോ? നമ്മൾ ഹദീസ് പഠിച്ചതല്ലേ, ധരിച്ച് നുരുമ്പി അവന് കിട്ടി, നുരുമ്പിയിട്ടില്ലെങ്കിലോ? ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു.